മലയാളത്തിലെ വീഡിയോയുടെ വലിയ സക്സസ്സിന് ശേഷം പല സുഹൃത്തുക്കളും പല രീതിയിൽ പല ആവർത്തി പറഞ്ഞ് എന്തുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കാരണം കൂടുതൽ സമയം ഞാൻ ഡൽഹിയിലാണ് എൻ്റെ ജേർണലിസം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ AI ഉപയോഗിച്ച് ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2024 Indian Parliament elections, crucial for Congress-led opposition party. The upcoming 2024 Indian Parliament elections are pivotal for the Congress-led opposition party. A coalition of 28 parties led by Congress senior leader Rahul Gandhi and his team recently held their fourth meeting in Delhi. അതിൻ്റെ പേര് യൂട്യൂബിൻ്റെ അതിൻ്റെ പേര് നാരദൻ ടോക്സ് എന്നായിരിക്കും. ഏകദേശം എല്ലാ ദിവസവും 2ഓളം വീഡിയോ വരും. ഈ പ്രാദേശികമായിട്ടുള്ള കേരളത്തിലെ കാര്യങ്ങൾ അതിനകത്ത് വളരെ കുറവായിരിക്കുമെന്നല്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. ഏറ്റവും കൂടുതൽ നാഷണലും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും സോഷ്യോളജി, എക്കോണമി, ഗ്ലോബലായിട്ടുള്ള ചേഞ്ചസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബലായിട്ടുള്ള മാറ്റങ്ങൾ, എംപ്ലോയ്മെൻറ്റ്, അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്സ്, ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അതേപോലെ ഇംഗ്ലീഷ് കാണുന്നവർ, അവർക്കും നിങ്ങളിത് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഇതൊരു അപേക്ഷയാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ മലയാളം വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണുന്നവരുടെ എണ്ണം, വ്യൂസ് നല്ലപോലെ കൂടി വരുന്നു. പ്രതീക്ഷിച്ചതിനപ്പുറമാണ് കൂടി വരുന്നത്. അപ്പം അതിനകത്ത് നിങ്ങൾ ഈ അഭിപ്രായം, അതിപ്പം എൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ അപ്പം ഞാൻ കൺസീവ് ചെയ്യുന്ന ഐഡിയയും ന്യൂസും അതും വെച്ചാണ് ഈ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ശരിയായിട്ടോ തെറ്റായിട്ടോ ഏത് അഭിപ്രായമാണെങ്കിലും അത് നിങ്ങളത് എഴുതാൻ മറക്കരുത്. കാരണം എന്നാൽ മാത്രമേ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു കാരണം ഞാൻ വളരെ കൃത്യവും വ്യക്തമായിട്ടും പറയാം. ഞാനിത് മോണിറ്റൈസ് ചെയ്തൊരു പണക്കാരനാകാൻ വേണ്ടിയുള്ള പരിപാടിയൊന്നുമല്ല. ഇത് എനിക്കറിയാവുന്നൊരു ജോലിയാണ്, വളരെ 10-30 വർഷം കൊണ്ട് ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒറിജിനേഷനും സോഴ്സും ഈ പറയുന്ന ന്യൂസ് എന്തൊക്കെ ആണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ലോഗോ കൊടുത്തിരുന്നു, ഒരു സ്ലോഗൻ കൊടുത്തിരുന്നു, ന്യൂസ് യു ക്യാൻ യൂസ്. ഇതായിരുന്നു അതിൻ്റെ കാരണം. കാരണം ഗ്ലോബലായിട്ട് ഉള്ള ഒരു ഇന്ത്യക്കാരൻ, അതായത് ഞാൻ ഈ ഗ്ലോബൽ എന്ന് പറയുന്നതിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. പണ്ട് ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലുണ്ട്, ചില അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യക്കാർ അങ്ങനല്ല. ലോകത്തെല്ലായിടത്തും ഇന്ത്യക്കാരുണ്ട്, ഗ്ലോബലി ഉണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി പോയപ്പോൾ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്ന സംഭവം, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഡയസ്പോറ പോലൊരു സംഭവം ചൈനയ്ക്ക് പോലും ഉണ്ടാകത്തില്ല ഇത്രമാത്രം. ഒരു സമയത്ത് ചൈനയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോകം മുഴുവനും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യക്കാർ ഓരോ ചെറിയ ദ്വീപുകളിൽ പോലും, ഇപ്പോൾ പ്രശ്നാധിഷ്ഠിതമായ യമനിൽ പോലും, ഗാസയിൽ പോലും ഇന്ത്യക്കാരുണ്ട്, വാർ നടക്കുന്ന സ്ഥലത്ത് പോലും. ഇപ്പോൾ സുഡാനിൽ പോലും ഇന്ത്യക്കാരെയാണ് കൊണ്ടുവന്നത് അവിടെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ. അപ്പം ഓരോ വാർത്തയും ഗ്ലോബലി ആയിട്ടുണ്ടാകുന്നത് എല്ലാ ഇന്ത്യക്കാരെയും ബാധിക്കും. അതാണ് നമ്മൾ ഈ കണ്ടതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ന്യൂസ് യു ക്യാൻ യൂസ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇപ്പോൾ ഗ്ലോബൽ എക്കോണമിയിൽ എന്ത് മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാലും ഓരോ ഇന്ത്യക്കാരനെ അത് ബാധിക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അപ്പം അതിൻ്റെയും കൂടെ പേരിലാണ് ഇങ്ങനെയുള്ള ന്യൂസ് യു ക്യാൻ യൂസ് എന്ന് പറയുന്നതും ഈ ഗ്ലോബലായിട്ടും നാഷണലി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ റീസൺ അതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഷ എന്ന് വെച്ചാൽ ഗ്ലോബൽ ലാംഗ്വേജാണ്. ഇപ്പം മലയാളികളായിട്ട് മലയാളം അറിയാത്ത എത്രയോ പേരുണ്ട്. അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പഠിച്ചതും ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ്. എൻ്റെ മക്കളുടെ കാര്യം എടുത്ത് 2 പേർക്കും മലയാളം അറിയത്തില്ല. അപ്പം അതേപോലെ കേരളത്തിന് പുറത്തുള്ള പലർക്കും മലയാളം അറിയത്തില്ല. അപ്പം അതുകൊണ്ടാണത് ഇംഗ്ലീഷ് ഭാഷയിൽ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനൊരു സന്ദർഭത്തിൽ ഇതുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. അതേപോലെ തന്നെ
നിങ്ങളുടെ അഭിപ്രായം ഏറ്റവും പരമപ്രധാനമാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം അതിനകത്തുണ്ടാകണം. അതേപോലെ ഇംഗ്ലീഷ് ചാനൽ നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ഇവർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതുമായിട്ട് സഹകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.